തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ബി.ജെ.പി പിടിച്ചുലച്ച തിരുവനന്തപുരത്ത് പ്രാദേശിക നേതാക്കളുടെ ആരോപണങ്ങളും ആത്മഹത്യയും. ആനന്ദ് തമ്പിയുടെ ആത്മഹത്യയ്ക്ക് പിന്നാലെ മഹിളാ മോർച്ച നേതാവ് ശാലിനി സനിലിന്റെ ആത്മഹത്യാശ്രമത്തിലും ബി.ജെ.പി മറുപടി നൽകാതെ വിയർക്കുകയാണ്. ബി.ജെ.പിയെ പ്രതിക്കൂട്ടിലാക്കി കോൺഗ്രസും CPM-ഉം രംഗത്തുണ്ട്. വർഷങ്ങളായി RSSലും BJPയിലും പ്രവർത്തിച്ചു കൊണ്ടിരുന്നവരെ മാറ്റി വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന മാഫിയ സംഘങ്ങളെയാണ് സ്ഥാനാർത്ഥികളായി മഹാഭൂരിപക്ഷം നിശ്ചയിച്ചിരിക്കുന്നത്. അതിന്റെ പൊട്ടിത്തെറിയാണ് ഉണ്ടായിരിക്കുന്നത്. BJPയിലെ ഇപ്പോൾ ഒരു കൂട്ട ആത്മഹത്യ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അവർക്ക് നേരിടുന്നൊരു ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് പറയാൻ ആരുമില്ല. ഇപ്പൊ രാജീവ് ചന്ദ്രശേഖരനെ കണ്ടാൽ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ചീത്ത വിളിച്ചിട്ട് അവരുണ്ട്. ഞങ്ങളുടെ പ്രോസസ്സിൽ ഒരു വീഴ്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അതിന് വിടില്ല, അതൊന്ന് നോക്കണം എന്ന് ഞാൻ കൃത്യമായൊരു ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഒരു റെസ്പോൺസിബിൾ പാർട്ടീൻ്റെ ഞങ്ങൾ അത് അന്വേഷിക്കും. ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി സുനിൽ ഐസക്കാണ് ചേരുന്നത്. സുനിൽ പറഞ്ഞതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷവും സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ മുന്നോട്ട് പോകുമ്പോഴും BJPയിലെ പ്രശ്നങ്ങൾ ഇപ്പോഴും തീരുന്നില്ല. ആദ്യം തിരുവന അനിലിന്റെ ആത്മഹത്യ, അതിന് പിറകെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഒരാൾ ആത്മഹത്യ ചെയ്യുന്നു, മറ്റൊരാൾ ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. പക്ഷേ ഇപ്പോഴും ഈ വിഷയത്തിലൊന്നും കൃത്യമായ ഒരു മറുപടി നൽകാൻ BJP നേതൃത്വത്തിന് സാധിച്ചില്ല. മറിച്ച് ഈ ആത്മഹത്യ ചെയ്ത ആളുകളെ ആനന്ദ് തമ്പി ഉൾപ്പെടെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് BJP സംസ്ഥാന നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. എന്തുകൊണ്ടായിരിക്കും BJP ഇത്തരത്തിൽ ഉരുണ്ട് കളിക്കുന്നത്? ഇത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ എങ്ങനെയാണ് പ്രതിപാദിക്കാൻ പോകുന്നത്? ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP പ്രധാനമായും ലക്ഷ്യം വെക്കുന്ന കോർപ്പറേഷനുകളിലൊന്ന് തിരുവനന്തപുരമാണ്. അവിടെ അവരുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ തന്നെ മുന്നിൽ നിർത്തി ഈ കോർപ്പറേഷൻ പിടിക്കാനുള്ള നീക്കങ്ങളായിരുന്നു ഏതാണ്ട് ഒരു 5-6 മാസങ്ങൾക്ക് മുമ്പ് തന്നെ BJP അണിയറയിൽ ആസൂത്രണം ചെയ്തു വന്നത്. പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലഘട്ടം BJP സംബന്ധിച്ച് അത്ര നല്ല കാലമല്ല എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലേക്ക് അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ തന്നെ BJP നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി തിരുമല അനിലിന്റെ ആത്മഹത്യയായിരുന്നു. ആ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന നേതാക്കൾ അടക്കമുള്ള ആളുകൾക്കെതിരെ വലിയ ആരോപണങ്ങൾ ഉണ്ടാകുന്നു. അതിൽ വലിയ പ്രതികരണങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ ഉണ്ടാകുന്നു. അതിൽ നിന്ന് അതിനെ മറികടക്കാൻ കഴിയുന്നതിന് മുമ്പ് തന്നെയാണ് BJP സംബന്ധിച്ച് തിരുവനന്തപുരത്താവട്ടെ ഒരു ആത്മഹത്യയും ഒരു ആത്മഹത്യാ ശ്രമവും ഉണ്ടാകുന്നത്. അതിൽ ആനന്ദ് തമ്പി എന്ന് പറയുന്ന RSSന്റെ പ്രാദേശിക നേതാവായിട്ടുള്ള അയാൾ എഴുതി വെച്ച ആത്മഹത്യാ കുറിപ്പ് വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. BJPയുടെ ജില്ലാ നേതാക്കൾ അടക്കമുള്ള ആളുകളെ ചൂണ്ടിക്കാട്ടി അവരെ പ്രതിപ്പട്ടികയിൽ നിർത്തി അവരെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടാണ് ആനന്ദ് തമ്പിയുടെ ആത്മഹത്യാ കുറിപ്പ്. അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇങ്ങനെ കത്തി നിൽക്കുന്നതിനിടെയാണ് മഹിളാ മോർച്ചയുടെ നേതാവായിരുന്ന ശാലിനി ആത്മഹത്യക്ക് ശ്രമിക്കുന്നതും അവരുടെ ആരോപണങ്ങൾ അവരുടെ നേതൃത്വത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളൊക്കെ ഉയരുന്നത്. സ്വാഭാവികമായും അത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് സംസ്ഥാന വ്യാപകമായി തന്നെ ഒരു പ്രചാരണ വിഷയമായി കൊണ്ടുവരാനാണ് ഇപ്പോൾ നിലവിൽ കോൺഗ്രസ് ആയാലും CPM ആയാലും ഒക്കെ ശ്രമിക്കുന്നത്. കാരണം BJPയെ സംബന്ധിച്ച് അവർക്കുള്ളിൽ ഉണ്ടാവുന്ന നിരവധിയായ വിവാദങ്ങളുണ്ട്. അത് ഏറ്റവും താഴെത്തട്ടിൽ ഉള്ള അണികളെ പോലും അവർക്ക് ബോധ്യപ്പെടുത്താൻ കഴിയാത്ത തരത്തിൽ നേതൃനിരയിൽ ഉണ്ടാവുന്ന വലിയ ഭിന്നതകൾ, പ്രശ്നങ്ങളൊക്കെ അതിശക്തമായി രൂക്ഷമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ വിഭാഗീയതയുടെ ഇരകളായി മാറുന്നത് സാധാരണക്കാരായ പ്രവർത്തകരാണ്, ഏറ്റവും അടിത്തട്ടിലുള്ള പ്രവർത്തകരാണ് എന്നത് പാർട്ടി കേന്ദ്രങ്ങളിൽ പാർട്ടിയുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളുകളെ പോലും അമർഷത്തിൻ്റെ വക്കിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഒരു കാര്യമാണെന്ന് പറയാതിരിക്കാനാവില്ല. മാത്രമല്ല ഈ 2 ആത്മഹത്യയിലും ഒരു ആത്മഹത്യാ ശ്രമത്തിലുമൊന്നും പാർട്ടി അണികളെ പോലും കാര്യങ്ങൾ വിശ്വസിപ്പിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് BJP എത്തുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. അവർക്ക് അവരുടെ അണികളെ പോലും കൃത്യമായി മറുപടി പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ കഴിയാത്ത, അവരെ പോലും വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നത് വലിയ പ്രതിസന്ധി, അവരുടെ പ്രതിസന്ധിയുടെ ആഴം കൂട്ടുകയും ചെയ്യുന്നുണ്ട്. കേവലം തിരുവനന്തപുരം നഗരസഭയ്ക്കോ അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയ്ക്കോ അപ്പുറത്തേക്ക് ഈ വിഷയങ്ങൾ സംസ്ഥാന വ്യാപകമായി ഉയർന്നു വരുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ എന്തായാലും BJPക്ക് ഗുണം ചെയ്യില്ല എന്ന കാര്യം ഉറപ്പാണ്. മാത്രമല്ല ദേശീയ നേതൃത്വത്തിനും ഇക്കാര്യത്തിൽ അതിശക്തമായ അതൃപ്തിയുണ്ട് എന്നാണ് സൂചന.